ഫ്രണ്ട്സ്, എയ്ഡറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ LSS എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട പ്രധാന ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന മക്കളുടെ പുതിയ ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ജീവികളും ചുറ്റുപാടും എന്ന് പറയുന്ന പാഠഭാഗത്ത് നിന്ന് വരാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയ തീർച്ചയായും കമന്റ് ചെയ്യുക. അപ്പോൾ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മത്സ്യത്തിന്റെ ശ്വസനാവയവം ഏത്? ഉത്തരം ചെകിളപ്പൂക്കൾ. മരുഭൂമിയിലെ സസ്യങ്ങൾ ഡാഷ് എന്നാണ് അറിയപ്പെടുന്നത്. ഉത്തരം മരുരൂഹങ്ങൾ. ഒരു ജീവിക്ക് അതിന്റെ വാസസ്ഥലത്ത് ജീവിക്കുന്നതിന് സഹായകമായിട്ടുള്ള ശാരീരിക സവിശേഷതയാണ് ഡാഷ്. ഉത്തരം അനുകൂലനം. ആമ്പൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ കാരണമെന്ത്? ഉത്തരം ഇലകളിലും തണ്ടിലുമുള്ള വായു അറകൾ മൂലം. മരുഭൂമിയിൽ വളരുന്ന സസ്യങ്ങളെ മരുരൂഹങ്ങൾ എന്ന് പറയുന്നു. മരുരൂഹങ്ങളിലെ ജലനഷ്ടം തടയാൻ സഹായിക്കുന്നത് എന്താണ്? ഉത്തരം തണ്ടുകളിലുള്ള മെഴുകുപോലുള്ള ആവരണം. ധ്രുവപ്രദേശത്തെ അതിതണുപ്പിൽ നിന്ന് പെൻഗ്വിനുകളെ സംരക്ഷിക്കുന്നത് എന്താണ്? ഉത്തരം ത്വക്കിനടിയിലെ കൊഴുപ്പ്. മരുഭൂമിയിൽ ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ ജീവിക്കാൻ ഒട്ടകങ്ങളെ സഹായിക്കുന്നത് എന്താണ്? ഉത്തരം മുതുകിലെ കൊഴുപ്പ്. മരുഭൂമിയിലെ പകൽ ചൂടിനെ അതിജീവിക്കുവാൻ വളരെ ആഴത്തിലുള്ള മാളങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണ്? ഉത്തരം കങ്കാരു എലി. ഒരു ജീവി വസിക്കുന്ന ചുറ്റുപാടാണ് അതിന്റെ ഡാഷ്. ഉത്തരം ആവാസം അഥവാ വാസസ്ഥലം. പ്രകൃതിദത്ത ആവാസത്തിന് ഒരു ഉദാഹരണം. ഉത്തരം വനം. സ്കൂളുകളിലെ ജൈവ വൈവിധ്യ ഉദ്യാനം ഏത് തരത്തിലുള്ള ആവാസത്തിന് ഉദാഹരണമാണ്? ഉത്തരം മനുഷ്യനിർമ്മിത ആവാസം. ജീവനില്ലാത്ത ഘടകങ്ങൾക്ക് ഉദാഹരണം എഴുതുക. ഉത്തരം മണ്ണ്, വായു, ജലം, സൂര്യപ്രകാശം. ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും പരസ്പരാശ്രയത്വത്തിൽ ജീവിക്കുന്ന ചുറ്റുപാടാണ് ആവാസ വ്യവസ്ഥ. കർഷകമിത്രം എന്നറിയപ്പെടുന്നത് ഏത് ജീവിയാണ്? ഉത്തരം മണ്ണിര. ഫാക്ടറികളിൽ നിന്നും വീടുകളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ, കീടനാശിനികൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, പെട്രോളിയം എന്നിവ ഡാഷ് മലിനീകരണത്തിന് കാരണമാകുന്നു. ഉത്തരം ജലമലിനീകരണം. ജീവന്റെയും ജൈവ വൈവിധ്യത്തിന്റെയും നിലനിൽപ്പിന് ആധാരമാണ് ഡാഷ് ആവാസ വ്യവസ്ഥ. വെള്ളത്തിലാവുമ്പോൾ ത്വക്കിലൂടെ ശ്വസിക്കുന്ന ജീവി. ഉത്തരം തവള. മണലിൽ പുതഞ്ഞു പോവാത്ത പാദങ്ങളുണ്ട്. ഉത്തരം ഒട്ടകത്തിന്. തിമിംഗലത്തിന്റെ ആവാസമാണ് ഡാഷ്. ഉത്തരം സമുദ്രം. പെൻഗ്വിന്റെ ആവാസം ഏത്? ഉത്തരം ധ്രുവപ്രദേശം. പുള്ളിമാന്റെ ആവാസം ഏത്? ഉത്തരം വനം. ഒട്ടകത്തിന്റെ ആവാസം ഏത്? ഉത്തരം മരുഭൂമി. കള്ളിമുൾ ചെടി ഏതിലാണ് ജലം ശേഖരിച്ചു വെക്കുന്നത്? ഉത്തരം തണ്ടിൽ. കടൽ, ധ്രുവപ്രദേശം തുടങ്ങിയവ ഏത് തരം ആവാസ വ്യവസ്ഥയാണ്? ഉത്തരം വലിയ ആവാസ വ്യവസ്ഥകൾ. ഡാഷ് മലിനീകരണം മൂലം വിവിധ രോഗങ്ങൾ ബാധിച്ച് ഏകദേശം 70 ലക്ഷം ആളുകൾ മരിക്കുന്നു. ഏത് ആണ് ആ മലിനീകരണം? ഉത്തരം വായു മലിനീകരണം. മക്കളെ, ഈ സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിന്റെ ബാക്കി ഭാഗവുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എയ്ഡർ ഇൻഡിവിജ്വൽ ട്യൂട്ടറിംഗ് ഓഗസ്റ്റ് 1 കൂടിയിട്ട് LSS കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ താല്പര്യമുള്ള കുട്ടികൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.